നമസ്കാരം. ഇപ്പോൾ നമ്മളിതൊരു ചലഞ്ച് വീഡിയോ അല്ല കേട്ടോ. ഞാനിന്ന് നമുക്ക് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ പട്ടാമ്പി ഉള്ളത്. നമുക്ക് ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ഈ 3 വീഡിയോ കമ്മിറ്റ് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഈ പട്ടാമ്പിൽ നിന്നൊരു കോൾ വന്നു. ഇങ്ങനെ ഒരു ഡോഗുണ്ട്, ഇച്ചിരി ദേശീയക്കാരനാണ്, അത്യാവശ്യം കടിക്കുന്ന ഡോഗാണ്. അപ്പോൾ ആ ഡോഗിനെ നമ്മളൊന്ന് അഴിച്ച് ഇവരുടെ വീട് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവനെ കൂട് മാറ്റണം, ഒരു 50 മീറ്റർ അപ്പുറത്തേക്ക് ഡോഗിനൊന്ന് മാറ്റണം. പക്ഷേ എന്ത് സംഭവം വെച്ചാൽ ഡോഗ് 6 മാസമായിട്ട് കൂട്ടിൽ തന്നെയാണ്. ഇവിടുത്തെ ചേട്ടൻ ഗൾഫിലേക്ക് പോകുന്നതിന് മുന്നേ കൂട്ടിലാക്കിയാണ്. പിന്നീട് ചേച്ചി 1-2 പ്രാവശ്യം ഇറക്കി. പിന്നെ ചേച്ചിയിൽ ഒന്ന് കടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ടോട്ടലി അവൻ്റെ ക്യാരക്ടർ മാറിയായിരുന്നു. അപ്പോൾ ഇച്ചിരി ദേശീയ ഡോഗാണ്. ഇവർ ഇന്നലെ 3-4 പേര് ഒന്ന് ശ്രമിച്ചായിരുന്നു ഡോഗിനെ കൊണ്ടുപോകാൻ വേണ്ടി, നടന്നില്ല. അപ്പോഴാണ് നമ്മൾ ഇന്നലെ നൈറ്റ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ഈ വഴി പാസ് ചെയ്തപ്പോൾ അങ്ങ് വന്നതാണ്. അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കൂട്ടി നിന്ന് പുറത്തിറക്കി കൊണ്ടുവന്നൊരു സീനാണ് ഇതിൽ. അപ്പോൾ ചലഞ്ചായിട്ട് കാണേണ്ടതുകൊണ്ട് നമ്മൾ അഗ്രഷൻ ലെവൽ ആരെയും വിളിച്ച് കാണിക്കുന്നൊന്നുമില്ല. പക്ഷേ ആൾ ബൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ഡോഗാണ്. എന്നോട് പറഞ്ഞപ്പോൾ നമ്മൾ അകലേന്ന് നോക്കിയപ്പോൾ അവനെ കണ്ടായിരുന്നു. ചിലപ്പോൾ ബൈറ്റ് കിട്ടും, ചിലപ്പോൾ ബൈറ്റ് കിട്ടില്ല. അല്ല മേടിച്ചേട്ടാ, ഒരു ഡു ഓർ ഡൈ. അപ്പോൾ നമ്മളിതൊരു ചലഞ്ചായിട്ട് കാണണ്ട. പക്ഷേ എന്നാൽ കടിക്കുന്ന ഡോഗാണ്, കടിക്കുന്ന ടൈപ്പാണ്. അവൻ്റെ അഗ്രഷൻ കണ്ടാൽ തന്നെ അറിയാം. വേണിച്ചേട്ടൻ ജസ്റ്റ് അവിടെ പോയി നോക്കിയായിരുന്നു. വേണിച്ചേട്ടൻ പറഞ്ഞു ചിലപ്പോൾ കടിക്കുന്നതായിരിക്കും. അപ്പോൾ കടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താണെങ്കിലും നമുക്ക് ചലഞ്ച് പോലും നല്ലല്ലോ. അവനെ കടി കിട്ടിയാലും കൂട്ടിൽ നിന്ന് പുറത്തിറക്കി അപ്പുറം കൊണ്ടാക്കണം. അതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് പോയാൽ വേണിച്ചേട്ടാ. ഇപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി. ഞാൻ മൈക്ക് ഓൺ ആണോന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. സംഭവം എന്ന് വെച്ചാൽ മൈക്കിൽ ചാർജ് ചെയ്തിരുന്നായിരുന്നു. അങ്ങനെ മൈക്ക് ഓഫ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നതിന് വോയിസ് ഓവർ കൊടുക്കാം. എന്തായാലും ഞാനിപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ സൗണ്ട് ഇല്ലാന്ന് മനസ്സിലാകുന്നത്. അകലെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. നമ്മൾ അകലെ നോക്കിയപ്പോൾ ഡോഗ് ഇച്ചിരി സിമ്പിളായിട്ട് നമുക്ക് തോന്നി. പക്ഷേ അടുത്ത് വന്നപ്പോഴാണ് അവൻ്റെ സ്വഭാവം അങ്ങ് മാറിപ്പോയത്. നമ്മൾ അകലേന്ന് കണ്ടപ്പോൾ ഇത്രയും ഒരു സ്ട്രോങ് വിചാരിച്ചല്ല. പക്ഷേ അടുത്ത് നിൽക്കുന്ന ആൾ ഇച്ചിരി സ്ട്രോങ് ആയി. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. വോയിസ് ഇല്ലാത്തതുകൊണ്ട് ഡോഗിൻ്റെ അഗ്രഷൻ്റെ ആ ഒരു പവറൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ അവൻ്റെ ഈ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആൾ നല്ല അഗ്രഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ. ഞാനേ മൈക്ക് ചാർജ് ചെയ്യുന്ന കാര്യം വിട്ടുപോയി. കാരണം ഇന്നിത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരു വീഡിയോ അല്ല ഇത്. ജസ്റ്റ് ഇന്നലെ രാത്രി വരെ വിളിച്ചപ്പോൾ ഞാൻ ഇതുവഴി പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ ഒന്ന് കയറിയിട്ട് അഴിച്ചുകൊണ്ട് ആക്കാമെന്ന് ഓണറോട് പറഞ്ഞതുകൊണ്ട് ഞാൻ മൈക്കിനെക്കുറിച്ച് അത്ര ഇമ്പോർട്ടൻ്റ്, മൈക്കിൽ ചാർജ് ഉണ്ടോ നോക്കിയില്ലായിരുന്നു. സംഭവം മൈക്കൊക്കെ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്, പക്ഷേ സംസാരിക്കുന്നൊന്നും ഇതിലില്ലാന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വോയിസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ മൈക്ക് എടുക്കാൻ ചേട്ടൻ വിട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിന്യൂ ചെയ്താണ് കേട്ടോ. അപ്പോൾ ജിമ്മി ജിമ്മി അപ്പോൾ ജിമ്മി കമ്പനിയാണോ? കമ്പനിയാ ദേശിക്കാനോ? നഖൊക്കെ വലുതായല്ലോ. വന്നടാ. എന്താണ് ഇതാണ് കൂടടക്കം ഇങ്ങനെ കൊണ്ടായാലോ? ഇവര് കൂടടക്കം ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. ശിവന്റെ ദേഷ്യം കാരണം കൂടെ പിടിക്കാൻ പറ്റുന്നില്ല. അല്ലേ അയച്ചാലോ നമുക്ക്? പോയാലോ നമുക്ക്? നഖം നീണ്ടിട്ടേ പെട്ടെന്ന് നഖം തട്ടുന്നുണ്ട്. നമുക്ക് ഇനി നമുക്ക് സമയങ്ങളായല്ല കേട്ടാ. കടിക്കില്ല നീ, കടിക്കില്ല നീ, ആയില്ല കേട്ടാ. നമുക്ക് പുറത്ത് പോവാം. ഓക്കെ, കടിക്കുന്ന ചെയ്തേക്കരുത് കേട്ടാ. പിന്നെ ഭയങ്കര ചങ്ങലിട്ടാ കെട്ടിക്കുന്നേ. ഒരുപാട് ചങ്ങലുണ്ടല്ലോ. എന്താ ജാക്കിയോ എന്തായിരുന്നു പേര്? ജിമ്മി. ജിമ്മിയാ പേരിടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു കേട്ടോ. ജിമ്മി കടിക്കരുത് കേട്ടാ, കടിക്കാനായില്ല. ഇത് എത്ര ചങ്ങലുണ്ടാ? 3-4 ചങ്ങലുണ്ടല്ലോ. ഈ 2 ചങ്ങല ഉള്ള ചേച്ചി ആണോ? 2 ചങ്ങലയുടെ കെട്ടിയേക്കുന്നല്ലേ ജിമ്മേ? നിന്നെ വലിയ ചങ്ങലക്കുള്ള കെട്ടിയേക്കുന്നേ. ഓക്കെ സെറ്റ് നിക്ക് ഇത് അഴിക്കട്ടെ. ചങ്ങലഴിക്കല് കുറച്ച് ടൈം എടുക്കട്ടാ. മാറി ഇതിലോ. വേറെ കാര്യമുണ്ട്, ജിമ്മി ചാടി മേത്ത് കയറിയാലും കാലും കൈയും മുറിയിട്ടോ. നഖം കൂടുതലായോണ്ടേ ഇപ്പൊ ചുമ്മാ ഇതാ എൻ്റെ കയ്യിലൊക്കെ ജസ്റ്റ് ചാടിയുള്ളൂ, കൈ മുറിഞ്ഞു. ജിമ്മേ ഞാനെന്തായാലും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമല്ലോടാ. എന്നിട്ട് കായില്ല
ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമല്ലേ ചെല്ലുന്നതിന് മുന്നേ? എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും, അത് ഗ്യാരണ്ടിയാ. കാരണം ഇവ സ്നേഹത്തോടെ ചാടി മേത്ത് കയറിയാലും ശരി, ദേഷ്യത്തോടെ കയറിയാൽ ശരി മുറിയും. ഇപ്പൊ തന്നെ കൈ മുറിഞ്ഞു. കടിയൊക്കെ കുറച്ച് ചെറുതായിട്ട് കടിക്കാമല്ലോ കേട്ടോ, വലിയ കടിയൊന്നും കടിക്കില്ല കേട്ടാ. എനിക്ക് വേറെ കുറെ പരിപാടി ഉണ്ട്, മനസ്സിലായോ? ചേട്ടാ വേറെ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇങ്ങനെ വന്നാ നീ ഇങ്ങോട്ട് വേണം കേട്ടാ. ആ മാന്തിയത് ഇതിനടുത്ത് മേടിക്കുന്നതിന് കേട്ടാ. അയില്ല എടാ ജിമ്മി, നോ. അടി വേണം അതിനടുത്ത്. മാറി കാണും, ഇങ്ങോട്ട് മാറി. ഇടയ്ക്കിടയ്ക്ക് കൈ ഉള്ളിലിടുമ്പോൾ അവന് കടിക്കാനും വേണ്ടി ഒരു ത്വര, ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് മാറിക്കളാ ജിമ്മി. ഇതിപ്പോ മറ്റേ അക്ക് കളിക്കുന്നതല്ലോ മേടിച്ചോട്ടാ, ഇത് ഓരോരോ കള്ളി എടുക്കല്. എടാ ജിമ്മി, അവൻ ഇടയ്ക്കിടയ്ക്ക് കയ്യിലേക്ക് വന്നിട്ടേ. അപ്പൊ ഇതില് ഇവന് ചിലപ്പോ ഒരു ബൈറ്റല്ല, ചിലപ്പോ ചാടി മേത്ത് കയറി ചിലപ്പോ ഒന്ന് കടിക്കാൻ ശ്രമിക്കുക. കാരണം കുറെ ദിവസമായിട്ട് ആശാൻ കൂട്ടി തന്നെ ആയതുകൊണ്ടേ അതിന്റെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ഉണ്ട്. ഇപ്പൊ എത്ര മാസമായി അവൻ കൂട്ടി കിടക്കുന്നത്? ജൂൺ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരെ ചീത്ത വിളിക്കുന്നത് എനിക്കറിയാം, കാരണം ജൂൺ മുതൽ കൂട്ടിലായ ഡോഗാണല്ലോ. അതായത് ഇവിടെ ചേട്ടൻ പുറത്തേക്ക് ഇറക്കുന്നുണ്ടായിരുന്നു അല്ലേ? ചേട്ടൻ കൂട്ടിലാക്കിയിട്ട് പോയാണ്. പിന്നെ ഇവൻ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ ഉദാഹരണം കണ്ടില്ലേ, ഇത് സംഭവം എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞ് ചേട്ടൻ വളർത്തിക്കൊണ്ടിരുന്നതാണ്, പെട്ടെന്ന് കൂട്ടിലാക്കിയിട്ട് പോയി. പിന്നെ ഇവർക്കാർക്കും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗുകൾ അറിയാലോ, അവര് നമ്മുടെ ഇപ്പൊ സ്ത്രീകൾ മാത്രമാണ് മേത്തേക്ക് ചാടി കയറുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് പേടിക്കും. പിന്നെ ചേച്ചിനൊന്ന് കടിച്ചു എന്ന് പറഞ്ഞേ, അതിനുശേഷം ചേച്ചിയും പേടിച്ച്. ഓക്കെ, അപ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ചീത്ത വിളിക്കാനൊന്നും പോകണ്ട, കാരണം സാഹചര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇതുപോലെ ഡോഗിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പറയാറുണ്ട്. നമ്മൾ ഡോഗിനെ വാങ്ങുന്നുണ്ടെങ്കിൽ 1 മുതൽ 15 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഒരു ഡോഗിനെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് വാങ്ങേണ്ടത്. അല്ലാതെ നിങ്ങളൊരു പാഷന് വേണ്ടി കുറച്ച് ഇൻസ്റ്റയിൽ റീലൊക്കെ കണ്ടിട്ട് പട്ടീനെ വാങ്ങിയിട്ട് സ്നേഹിച്ച് വളർത്താനൊക്കെയുള്ള ആഗ്രഹത്തിൽ നമ്മൾ വാങ്ങും. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ പെട്ടെന്ന്, മനുഷ്യൻ സാഹചര്യം പെട്ടെന്ന് അങ്ങ് മാറും. പിന്നെ നമുക്ക് വീട്ടുകാരെ നോക്കാൻ സമയം ഉണ്ടാവില്ല, നമ്മുടെ പട്ടീനെ നോക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്താകും, ഇതുപോലെ ഡോഗുകൾ ഇങ്ങനെ കൂട്ടിക്കിടന്നിട്ട് സീനാവും. പിന്നെ ഒന്നാമത് ഇച്ചിരി ദേഷ്യമുള്ള ഡോഗാണെങ്കിൽ കൂട്ടിലേക്ക് കിടന്ന് 1 മാസം കൂടെ കഴിയുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക് അവർക്ക് ദേഷ്യം ഇല്ലെങ്കിൽ ദേഷ്യം കൂടും. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ സംഭവിച്ചു പോയി. ഇനി എങ്ങനെയെങ്കിലും ഇവനൊന്ന് സെറ്റായി, ചേച്ചിയൊക്കെ ആയിട്ട് സെറ്റായി പോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ ഇറക്കാം. അയില്ല ഞാൻ മൂത്രം ഒഴിച്ചാ. എന്തായാലും നമ്മളൊരു 10-15 മിനിറ്റോളം ഡോഗിനയിലേക്ക് നടത്തി. ആ ചേച്ചിയുടെ പേടിയൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല, അവനെ പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചേച്ചിക്ക് ഡോഗിനെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു പേടിയിലൂടെയാണ് ചേച്ചി അവനെ വാങ്ങിയത്. കാരണം അന്ന് കടിച്ചത് കൊണ്ടത്. അപ്പോൾ ആർക്കാണെങ്കിലും ഒരു ഡോഗ് ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ ഡോഗിനെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് സംഭവം. എന്തായാലും ഇവരുടെയൊക്കെ പേടി കുറച്ചൊക്കെ മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഡോഗിനെ പുറത്തിറക്കണം, അഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ചേട്ടനും അടുത്ത് തന്നെ വരാനായിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ വന്നു കഴിയുമ്പോൾ എന്തായാലും ഡോഗിനെ ഇറക്കും. ഞാൻ ആ ചേട്ടനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പൊതുവേ ആ കടിച്ചത് കൊണ്ടാണ് എല്ലാവർക്കും ഒരു പേടി കേട്ടോ ഡോഗിനോട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവൻ്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി വേണം നമുക്ക് കൂടെ പുറകോട്ട് വെക്കാം. എന്നിട്ട് ഈ ഒരു ഏരിയയിലെല്ലാം കിടക്കുള്ളൂ. അവൻ പുറത്തിറങ്ങി കിടന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് അപ്പിടാൻ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് കൂട്ടിക്കയറി കിടന്നോളൂ മഴയൊക്കെ പെയ്യുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിനുള്ളിൽ നിന്ന് അഴിച്ച് പുറത്തിറക്കാൻ എന്താ നടക്കില്ല. അപ്പോൾ കുറച്ച് കാഴ്ച പഠിച്ചത് കണ്ടോളൂ. ഈ ഒരു പുറത്തിട്ട് കെട്ടി അതിലെ കെട്ടാം. അപ്പോൾ എന്താ പറയുക വെച്ചാൽ അവൻ കൂട്ടിക്കയറി കിടന്നോളും. ഓക്കെ, മറ്റേ ഞങ്ങളെ കഴിക്കണ വേണ്ടി കഴിക്കാൻ പോയതേ അവൻ്റെ വായിലെ സാധനങ്ങളുണ്ടേ, എടുക്കാൻ പോകുന്നതിൻ്റെ കടി നമുക്ക് കഴിക്കും. വായിലായിരിക്കുന്നുണ്ട് അത് മേടിക്കാനാണ്.
ഒരു ചങ്ങലയിൽ നിന്ന് മോചനം, അടുത്ത ചങ്ങലയിൽ നിന്ന് മോചനം വരാൻ നമുക്കെല്ലാവരും പ്രാർത്ഥിക്കാം. ചേട്ടൻ എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചു വന്നിട്ട് നമ്മുടെ ചക്കര ഒന്ന് സെറ്റാക്കട്ടെ. ചേച്ചിയുടെ പേടി മാറി ചേച്ചി അയച്ചു കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കോട്ടെ ഞങ്ങളെ ഒരെണ്ണം കഴിഞ്ഞേട്ടാ. നമുക്കിതിൽ ഓടിപ്പാഞ്ഞ് ഡിസ്ക് കളിച്ച് നടക്കണം. എങ്ങനെ പഴയതുപോലെ കേട്ടാ. ഷെയ്ക്കത്തില്ല, ഷെയ്ക്കാനാണ് അല്ല അവന് ദേഷ്യപ്പെട്ടാ. അവൻ ആ സാധനം എടുക്കാൻ പോയി വെച്ചിട്ടേ. ഇനി ഞാൻ ബോൾ എടുക്കാൻ പോകണ്ട കേട്ടാ. ഇങ്ങനെ ആ തന്നെ കേട്ടോ. ഇത് എൻ്റെ ആരാ? എൻ്റെ ഡാഗാണോ? അവന് ചാറ്റ എടുക്കാം. അമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കാൻ പറഞ്ഞോ ജിമ്മിന് കേട്ടോ. അമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ പോയി പറയണം ജിമ്മിനെ ഇറക്കാൻ പറയണം കേട്ടല്ല. എന്നാ പോട്ടാ അവൻ. എന്നാ അങ്ങോട്ട് പോകാം. പോ കാണിച്ചിട്ടാ നമുക്ക്. ഓക്കെ.